വീണ്ടും ഒരു പിളർപ്പിന്റെ വക്കിലാണോ കേരള കോൺഗ്രസ്? ജോസ് കെ മാണി LDF വിട്ട് UDF മടങ്ങിയേക്കുമെന്നുള്ള വാർത്തകൾ ഇന്ന് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു വാർത്തയും സജീവമാകുന്നത്. മുന്നണി മാറ്റത്തിൽ ഒരാഴ്ചയ്ക്കകം ജോസ് കെ മാണി തീരുമാനമെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. UDF നേതാക്കളുമായി ജോസ് കെ മാണി ചർച്ച തുടരുകയാണ്. UDF ഭരണം പിടിച്ചാൽ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ജോസ് കെ മാണി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ UDF നേതൃത്വം എന്ത് നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും തീരുമാനം. നിലവിൽ 5 MLA-മാരാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ, റാന്നിയിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ചങ്ങനാശ്ശേരിയിൽ അഡ്വക്കേറ്റ് ജോബ് മൈച്ചിൽ, കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ്, പൂഞ്ഞാറിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. ഇവരിൽ 2 പേർ UDF പ്രവേശനത്തിൽ അതൃപ്തരാണ്. അതിലൊന്ന് മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിനാണ്, മറ്റൊന്ന് പ്രമോദ് നാരായണനും. ഇവരുടെ 2 പേരുടെയും ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇക്കാര്യം അരക്കെട്ടുറപ്പിക്കുന്നു. പാർട്ടിയുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റും മുന്നണി വിടുന്നതിനെ എതിർക്കുന്നു. മറ്റു 3 പേരും മുന്നണി വിടണമെന്ന അഭിപ്രായമുള്ളവരാണ്. 5 വർഷക്കാലം ഇടതു മുന്നണിയിൽ മന്ത്രിയായിരുന്ന ശേഷം പെട്ടെന്ന് മറ്റൊരു ചേരിയിലേക്ക് പോകുന്നത് റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ധാർമ്മികതയുടെ കൂടി പ്രശ്നമാണ്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ റോഷി പറഞ്ഞതിങ്ങനെയാണ്: ഇടതു ഭരണം തുടരും. നിലപാടുകളിലൂന്നിയാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങളെ അടിയറ വയ്ക്കുന്ന തീരുമാനം പാർട്ടി എടുക്കില്ല. അതായത് കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന പ്രചാരണത്തിന്റെ മുന്നയൊടിക്കുന്നതാണ് റോഷിയുടെ വാക്കുകൾ. ഇത്ര ശക്തമായ എതിർപ്പ് റോഷി അഗസ്റ്റിൽ നിന്നുണ്ടാവുകയും മുന്നണി വിടാൻ ജോസ് കെ മാണി തീരുമാനിക്കുകയും ചെയ്താൽ എന്താകും സ്ഥിതി എന്നതാണ് മധ്യ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച. ഇന്ന് പറഞ്ഞ നിലപാടിൽ അടിയുറച്ചു നിന്നാൽ റോഷി അഗസ്റ്റിനെ കേരള കോൺഗ്രസ് എമ്മിൽ തുടരാനാകില്ല. അങ്ങനെ റോഷി പാർട്ടിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം വന്നാൽ കേരള കോൺഗ്രസിന്റെ മറ്റൊരു പിളർപ്പിന് രാഷ്ട്രീയ കേരളം സാക്ഷിയാകേണ്ടി വരുമോ എന്നതിലാണ് ആകാംക്ഷ. അങ്ങനെ സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കി മത്സരിക്കാനുള്ള കരുത്ത് റോഷി അഗസ്റ്റിനുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. പിന്നീടുള്ള സാധ്യത മറ്റൊരു കേരള കോൺഗ്രസിന്റെ ഭാഗമാകുക എന്നതാണ്. UDF-നൊപ്പം അടിയുറച്ചു നിൽക്കുന്ന ജോസഫ് വിഭാഗത്തിലേക്ക് റോഷി ചേക്കേറാനുള്ള സാധ്യത നിലവിലില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ വരവിൽ അതൃപ്തരായി ജോസഫ് വിഭാഗം UDF വിട്ട് LDF വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് റോഷി അവർക്കൊപ്പം ചേരാനുള്ള സാധ്യത കൂടിയാവും തുറന്നിടുക. പക്ഷേ നിലവിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. KM മാണിയുടെ മരണശേഷം ജോസ് കെ മാണി രാഷ്ട്രീയമായി വളരെ വലിയ പ്രതിസന്ധികൾ നേരിട്ട സമയത്ത് ജോസ് കെ മാണിക്കൊപ്പം അടിയുറച്ചു നിന്ന ആളാണ് റോഷി അഗസ്റ്റിൻ. അങ്ങനെയുള്ള റോഷി അഗസ്റ്റിനെ പരമാവധി അനുനയിപ്പിക്കാനാകും വരും ദിവസങ്ങളിൽ ജോസ് കെ മാണിയുടെ ശ്രമം.